ഒരിക്കൽ കൂടി ലോകകപ്പ് കൈയകല് ദക്ഷിണാഫ്രിക്കയ്ക്ക് നഷ്ടമായി. ഇത്തവണ ഫൈനലിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് ദക്ഷിണാഫ്രിക്ക കിരീടമില്ലാതെ മടങ്ങുന്നത്. വിഖ്യാത ക്യാപ്റ്റന്മാർക്ക് സാധിക്കാത്തത് സ്വന്തമാക്കുമെന്ന് മോഹിച്ച ഈഡൻ മാർക്രാമും തല താഴ്ത്തി മടങ്ങി. നിർഭാഗ്യമാണ് എന്നും ദക്ഷിണാഫ്രിക്കയുടെ ഒന്നാമത്തെ എതിരാളി. പല കാലങ്ങളിൽ ലോകവേദിയിൽ മികച്ച പോരാട്ടം നടത്തിയിട്ടും തോറ്റുമടങ്ങുന്നത് സ്ഥിരം കാഴ്ച. ഇത്തവണ ഫൈനൽ വരെ അപരാജിതമായെത്തിയ ദക്ഷിണാഫ്രിക്കൻ താരങ്ങൾ കാഴ്ചവെച്ചത് അസാമാന്യ പ്രകടനം. ബാറ്റിംഗിലും ബൌളിംഗിലും ഫീൽഡിംഗിലും ഏവരെയും അസൂയപ്പെടുത്തിയ സംഘം പക്ഷേ പടിക്കൽ കലമുടച്ചു. 30 പന്തിൽ 30 റൺസ് എന്ന അനായാസമായി നേടാവുന്ന ടോട്ടൽ ക്ലാസനും മില്ലറും ക്രീസിലിരിക്കെ ദക്ഷിണാഫ്രിക്കയ്ക്ക് എത്തിപ്പിടിക്കാനായില്ല. അവസാന ഓവറുകളിൽ വിക്കറ്റ് വലിച്ചെറിഞ്ഞ് കയ്യിൽ കെട്ടിയ കിരീടം ദക്ഷിണാഫ്രിക്ക കൈവിട്ടു. ഒരിക്കൽ കൂടി ലോകവേദിയിൽ കണ്ണീർ. 1992 ഏകദിന ലോകകപ്പ് സെമിയിൽ മഴയും 1999 ലോകകപ്പ് സെമിയിൽ അലൻ ഡൊണാൾഡിന്റെ റണ്ണൌട്ടും ക്രിക്കറ്റ് പ്രേമികൾ മറക്കില്ല. 2020 ലോകകപ്പിലാകട്ടെ 2009-ലും 2014-ലും സെമിയിൽ അവസാനിച്ച ദക്ഷിണാഫ്രിക്കയുടെ കിരീട സ്വപ്നം കഴിഞ്ഞ ഏകദിന ലോകകപ്പിലും സെമിയിൽ പൊലിഞ്ഞു. പതിറ്റാണ്ടുകളായി ലോക ക്രിക്കറ്റിന് വിഖ്യാത താരങ്ങളെ സംഭാവന ചെയ്ത ഒരു രാജ്യം ലോക കിരീടമില്ലാതെ ഒരിക്കൽ കൂടി മടങ്ങുന്നു. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് മലയാളം.